സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ആരായിരിക്കും തെറ്റിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോവാണ്. ആയിട്ടില്ല ഒന്നും ചവിട്ടങ്ങടൊന്നുണ്ടല്ലോ. എന്താ ഓവർ ആക്ടിങ്. സ്റ്റെപ്സ് വരെയൊക്കെ ഇതിലിങ്ങനെ സ്വഭാവം മാറും. ഒട്ടും ചാടയില്ലാത്ത ഒരു സെലിബ്രിറ്റി സൂചിച്ചാ കാണിക്കണവൻ. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഡാൻസ് റീൽ എടുക്കാണ്ട് എല്ലാം എടുക്കണുണ്ട്. ഈ ക്യാമറയുടെ ബാക്കിൽ മനുഷ്യൻ ഇവളുടെ കെട്ടിയോ കുതിരയും കൊണ്ട് വരുന്നു വേറൊരു കഴുത. ഇന്ന് ക്യാമറമാൻ കഴുതയോടൊപ്പം വിഷ്ണു ജോഷി. അതെ ഗൈസ്, നമ്മുടെ ഷൂട്ട് ഫൈനലി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് റീടേക്ക് ഇവ ശരിയാകാത്തത് കൊണ്ട് ഒരുപാട് റീടേക്ക് എടുത്തെടുത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ആരായിരിക്കും തെറ്റിച്ചിട്ടുണ്ടാവുന്നത്. ഞാനൊരു മെഡിക്കനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ ഇതിനു മുമ്പ് കാണാത്തവർക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാനൊരു മെഡിക്കൻ ചെറുക്കനാണ്. അതുകൊണ്ട് നമുക്ക് കുറെ സമയം എടുക്കേണ്ടി വന്നു ഗൈസ്. എത്ര സമയം എടുത്തു എന്ന് പറ? എത്ര മണിക്ക് തുടങ്ങിയെന്ന് പറ ആദ്യം. 5 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം എത്രയും 12:52. നേരത്തെ എഫേർട്ടാണ് ഗൈസ്. അത് വീഡിയോയിൽ കണ്ടാ മതി. വ്യൂ ചെയ്ത് സഹായിക്കേണ്ടതാണ്. അതെ, ഷൂട്ടിംഗ് കണ്ടിട്ട് വരാം ഗൈസ്. അപ്പൊ ഞങ്ങൾ വാട്ടർ പാക്കറ്റ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അതാ ക്യാമറമാൻ ജിനു, അതാ എന്റെ മാനേജർ രാമൂട്ടൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ? വാട്ടർ പാക്കറ്റിൽ അപർണേനെ പോലെ ഉണ്ടോ? രാമൂട്ടൻ എന്നോട് പറയുന്നു ഞാൻ രാമൂട്ടൻ ടീച്ചറിനെ പോലെ ഉണ്ടെന്നാ. ടീച്ചറാ ഇത്രയും കൂടുതലായിട്ടുള്ള. അപ്പൊ ഗൈസ് നമ്മളിതാ ലൊക്കേഷനിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ എന്റെ പേർ വിഷ്ണുവിനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് വേണം ലൊക്കേഷനിലേക്ക് പോകാൻ. രാമൂട്ടൻ എന്നെ കണ്ടിപ്പോ അപർണയുടെ ലുക്ക് ഉണ്ടോ? കുറച്ച് ഗ്ലാമർ കൂടി പോയല്ലേ? എല്ലാം വീഡിയോയാ. ഹേ വിഷ്ണു ജോഷി. വിഷ്ണു അല്ലേ ഗൈസ്? വിഷ്ണു, ഓ വിഷ്ണു. അയ്യോ കഴിഞ്ഞു. ക്യാമറമാൻ, ഇവനെന്താ പേരപ്പുറത്ത്? ഇത് ഡയറക്ടർ. ഇതാര്? നീ ആര്? ഓക്കെ, അപ്പൊ നമ്മള് ഷോർട്സ് എടുക്കാൻ പോവാണ്. അല്ലെ ബംഗാളി ഇപ്പൊ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോവാണ് ഗൈസ്. ആയിട്ടില്ല ഒന്നും ചവിട്ടങ്ങടൊന്നുണ്ടല്ലോ. ഒളിച്ചും പാത്തും കളിക്കണം. എന്നെ കിട്ടോ? ഞാൻ ഇവിടെ നോട്ടെ. എന്താ ഓവർ ആക്ടിങ്. ബംഗാളിയെ ഞാൻ വെച്ചത് ഏത് മറ്റേ ചേച്ചിയാന്ന് വെച്ച് ബാക്കിലേക്കണത്. എന്നാ അപ്പുറത്തേക്ക് പോണോ? ഇവിടെ സ്പേസ് ഉണ്ടോ? ഇതൊക്കെ കണ്ടാ മതി. പഠിച്ചിട്ടുണ്ടോ സ്റ്റെപ്സ്? എന്റെ സ്വഭാവം മാറും. സ്റ്റെപ്സ് വരെയൊക്കെ ഇതിലിങ്ങനെ സ്വഭാവം മാറും. എന്ത് എന്റെ വോയിസ് കൂടെ കട്ട് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിലെല്ലാം കേക്കും കേട്ടോ. എന്നാൽ അത് കേട്ടാൽ മതി എനിക്ക്. ഗൈസ് കാണുന്ന പോലെയല്ല, ഒട്ടും ചാടയില്ലാത്ത ഒരു സെലിബ്രിറ്റി. സൂചിച്ചാ അയ്യ നമ്മളെന്തായാലും ഈ സ്പേസിലാണ് കേട്ടോ എടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഉദയ നഗറിലുള്ളൊരു സ്പേസ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാണിക്കണവൻ ഒരു സമ്മതിച്ചിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി പാട്ട് കണക്ട് ചെയ്ത് ഡാൻസ് തുടങ്ങാം. അപ്പൊ നമ്മൾ എന്റെ പുതിയ പേര് അട്ടി ഒന്ന് ചെയ്തതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അയ്യോ ഭയങ്കര സ്പീഡായി പോയി. ഇപ്പൊ എന്താ ഉണ്ടായേ?
എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഹലോ ഹലോ വലിച്ചു കടന്നു. ഡാൻസ് റീൽ എടുക്കാൻ വന്നു. ഡാൻസ് റീൽ എടുക്കാണ്ട് എല്ലാം എടുക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന മനുഷ്യൻ ഇവളുടെ കെട്ടിയോ ഉള്ളത് കൊണ്ട് നടക്കുന്നത്. ഇവനൊരു തേങ്ങ അറിയാൻ പാടില്ല അഭിനയിക്കാനായിട്ട്. ആക്ടറിനെ മാറ്റേണ്ടി വരും. മാറങ്ങട്. ഫ്രെയിം അറിയാത്തൊരു ക്യാമറമാനും അഭിനയിക്കാറെ അറിയാത്തൊരു നടനും ഒരു ജോലി ചെയ്യാത്തൊരു രാവിലെ 6 മണിക്ക് വന്നതാണ് ഗൈസ്. ഇതുവരെയായിട്ട് തീർത്തിട്ടില്ല. ഈ നടന്റെ പ്രശ്നമാണ്. നമ്മളെപ്പോൾ തീർന്നേനെ. നമ്മൾ സോളോ ആയിരുന്നെങ്കിൽ ഇപ്പം തീർത്തിട്ട് ഞാൻ വേറെ ഡാൻസ് തന്നെ. ഇപ്പം ഗൈസ് നല്ല മഴ പെയ്തു. അതുകൊണ്ട് നമ്മൾ കയറി നിൽക്കുകയാണ്. നല്ലതല്ല, കുറച്ച് ചെറിയ രീതിയിലുള്ള മഴ. ഇവൻ ഈ ടൈമിങ് തെറ്റിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവണത്. എവിടെ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തുകൊണ്ട് പെട്ടുപോയി എന്നാണ് ഗൈസ് വിചാരിച്ചത്. പക്ഷെ കുറച്ച് നേരം ഞങ്ങൾ കയറി നിന്നപ്പോൾ മഴ കുറഞ്ഞു. ദെൻ കുറച്ച് ഷോർട്സും കൂടി ഇനി ബാക്കിയുള്ളൂ കേട്ടോ. നടന്നോ? ആ അപ്പോൾ ഇനി കുറച്ച് ഏരിയൽ ഷോട്ട്സ് ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ക്യാമറമാൻ മതിലിലൊക്കെ നിന്നിട്ട് എടുക്കാൻ നോക്കി, പക്ഷെ അതുകൊണ്ട് സെറ്റായില്ല. അപ്പോൾ നമ്മളിത് ചെയ്യണതിൻ്റെ സൈഡിലുള്ള വീടിൻ്റെ ടെറസിൽ കയറിയാലേ നടക്കുകയുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അവിടുത്തെ വീട്ടുകാരൻ പോയേക്കാണ് ഇങ്ങോട്ടോ. നമ്മുടെ ബാഹുബലി അതാ കുതിരയും കൊണ്ട് വരുന്നു. വേറൊരു കഴുത. ക്യാമറമാൻ കഴുതയോടൊപ്പം വിഷ്ണു ജോഷി. അപ്പം അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് വിഷ്ണുദാ ഏണിയൊക്കെ സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി ഇതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് നമ്മുടെ ക്യാമറമാൻ സാഹസികമായി ഷോട്ട്സ് എടുക്കാൻ പോവുകയാണ്. വീണില്ല, കഴിഞ്ഞില്ല ഇവൻ്റെ അഭിനയം. ഗൈസ് നമ്മൾ വെയിലൊന്നും മാറാൻ കാത്തിരിക്കണായിരുന്നു. കറക്റ്റ് മേലെ കയറിയപ്പോൾ ഒടുക്കത്തെ വെയിൽ. ആ വെയിലത്തെ എടുത്തോ. ഭയങ്കര വെയിലാണ് ഗൈസ്. രാവിലെ വരെ നല്ല മഴക്കാറൊക്കെ ആയിരുന്നു. മഴ കൊണ്ട് ലാസ്റ്റ് ഒടുക്കത്തെ വെയിലും. അങ്ങനെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതാ ഏണിയും കേൾക്കൂല. ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വാട്ടർ പാക്കറ്റ് റീക്രിയേഷൻ ഡാൻസ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി വീഡിയോ കാണണം കേട്ടോ.